Guys, if you try cooked style pork curry once in a life, you will never like pork from any of the other places. My mother will be sharing you the recipe. പിന്നെ ആദ്യം ഫോർക്ക് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി വെച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് പെപ്പർ പൊടി ഇട്ടിട്ട് പുരട്ടി വെക്കണം. എന്നിട്ടൊരു പാനിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഉള്ളിയും പച്ചമുളകും കരിയാപ്പലയും കൂടെ മൂപ്പിച്ചിട്ട് അതിൽ പന്നിയിറച്ചിക്കകത്ത് ഒത്തിരി തോലുണ്ടായിരുന്നു. ആ തോലെല്ലാം നെയ്യ് കഷ്ണങ്ങൾ അതെല്ലാം ആ ഉള്ളിയുടെ കൂടെ ഇട്ടൊന്ന് അതിൻ്റെ എണ്ണ ഒത്തിരി ഒഴിക്കേണ്ട ആവശ്യമില്ല ഉള്ളി മൂക്കാൻ വേണ്ടിയിട്ട്. ആ നെയ്യ് കഷ്ണമെല്ലാം ഇട്ടിട്ട് ഉള്ളിയെല്ലാം ഒന്ന് റോസ്റ്റായി കഴിയുമ്പോൾ ഈ പുരട്ടി വെച്ച ഇറച്ചി അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റെല്ലാം ഇട്ടിട്ട് ആ ഫ്ലേവറിൽ ഇറച്ചി ഒന്ന് വേകാൻ വെക്കണം. ആ വേഗം വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഉള്ളിൽ പന്നിയിറച്ചി വെന്ത് കഴിയുമ്പോൾ ഭയങ്കര സ്മെല്ലായതുകൊണ്ട് അത് പുറത്ത് സ്റ്റൗവിൽ കൊണ്ട് വെച്ചു. അത് കഴിഞ്ഞ് അത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിൻ്റെ ഫ്ലേവറിൽ തന്നെ ഇറച്ചി വേകണം. എന്താണെന്ന് വെച്ചാൽ അരപ്പ് ആദ്യം നമ്മൾ ഈ മസാലയെല്ലാം ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇറച്ചി വേകിയല്ല, പെട്ടെന്ന് അടി പിടിച്ചുകൊണ്ടിരിക്കും. കൂടെ അത് ഇളക്കി കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങളൊരു വേറെ പാനിലേക്ക് ഒരു 2 കിലോ ഇറച്ചിയുടെ റെസിപ്പിയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒരു 4 സ്പൂണ് മുളക് പൊടി മതിയാവും. എന്തിനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെപ്പർ പൊടി ഒരു 3-4 സ്പൂണ് പെപ്പർ പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ കൂർഗ് സ്റ്റൈലിലെ ഫോർക്ക് കറിയുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ അരപ്പ് മല്ലിപ്പൊടി മുളക് പൊടിയും ചെറിയ ഫ്ലെയിമിൽ നല്ലോണം വറുത്ത് ഒരു കുറച്ച് കറുപ്പ് കളറാവുന്നോടം വരെ വറുക്കണം. വറുത്ത് ഒരു പച്ച കളറ് പാടില്ല, ചുവപ്പ് കളറുമില്ല, ഒരു കറുപ്പ് കളറ് കിട്ടണം. എന്നിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിൽ വെന്ത ഇറച്ചിയുടെ കൂടെ ഈ ഒരു 3/4 ഭാഗം വേവായി കഴിയുമ്പോൾ ഈ ഞങ്ങൾ വറുത്ത പൊടികൾ ചേർത്തിട്ട് ഇതിന് ടേസ്റ്റിന് മെയിൻ ഫ്ലേവർ എന്താണെന്ന് വെച്ചാൽ കുടംപുളിയുടെ നീരൊഴിക്കണം. കുടംപുളി നീരൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അടി പിടിക്കും. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ അരപ്പ് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നല്ലോണം മൂത്ത കാരണം ഇറച്ചിയിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി വേകേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് തട്ടിപ്പൊത്തി മൂടി വെച്ച് കഴിഞ്ഞ് ഈ കുടംപുളി നീരും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂർഗ് സ്റ്റൈൽ ഫോർക്ക് കറി റെഡിയാവും. ഇതിന് കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ കൂർഗിൽ റൊട്ടി ഉണ്ടാക്കും, പിന്നെ കടമ്പുട്ട് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാക്കും. കടമ്പുട്ട് ഞങ്ങൾ ഇതാണ് കടമ്പുട്ടിൻ്റെ റെസിപ്പി അടുത്ത പ്രാവശ്യം കാട്ടിത്തരാം. ഓക്കെ ഗൈസ്.